പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത് പാലാ ബിഷപ്പിനെതിരെ ക്രിമിനൽ കുറ്റത്തിന് കേസെടുക്കണമെന്നാണ്. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ, എനിക്കത് ഓർമ്മയില്ല. അപ്പൊ ക്രൈസ്തവ മഹാഭൂരിപക്ഷമുള്ള 5 സംസ്ഥാനത്തിന്റെ പേരാ ഞാൻ ഈ പറഞ്ഞത്. 5 സംസ്ഥാനവും ഭരിക്കുന്ന BJP ആണ്. BJP നേതൃത്വം കൊടുക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ഘടകകക്ഷികളും BJPയും അടക്കം 234 ക്രിസ്ത്യൻ MLA-മാരാണ് ഇന്ത്യയിലുള്ളത്. ലവ് ജിഹാദ് ഇവിടെ ഉണ്ടെന്നും അത് സഭയ്ക്ക് വളരെ എതിരാണെന്നും അത് കരുതിയിരിക്കണമെന്നും പള്ളിക്കകത്ത് വെച്ച് സഭാമക്കളോട് പറഞ്ഞ കാര്യത്തിന് ഈ പാലാ ബിഷപ്പിനെ ആക്രമിക്കാൻ വേണ്ടി ഈരാറ്റുപേട്ടയിൽ നിന്ന് തീവ്രവാദികൾ വന്നപ്പോൾ UDFന്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത് പാലാ ബിഷപ്പിനെതിരെ ക്രിമിനൽ കുറ്റത്തിന് കേസെടുക്കണമെന്നാണ്. അതല്ല ഉദ്ദേശം. ഞാൻ മാറി. ജോസഫ് സാറിന്റെ കൈവെട്ടിയപ്പോൾ തീവ്രവാദികളുടെ കാര്യത്തിൽ തീവ്രവാദികളുടെ കൂടെയല്ലേ ഇവിടെ LDF UDF നിന്നത്, അല്ലാതെ ജോസഫ് സാറിന്റെ കൂടെ അല്ലല്ലോ. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ബിഷപ്പിനെ പ്രതിപക്ഷ നേതാവ് ബിഷപ്പിനെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. കേസെടുക്കണമെന്ന് പറഞ്ഞത് വി ഡി സതീശനാണ്. ആ കാര്യത്തിൽ തെളിവിന്റെ ആവശ്യമൊന്നുമില്ല. ഒരു അവർക്കറിയാം. അപ്പോൾ തീവ്രവാദത്തിന്റെ കാര്യത്തിൽ കേരളത്തിലെ ഈ ബിഷപ്പിനെ അറസ്റ്റ് ചെയ്യണമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ട്. ക്രിമിനൽ കുറ്റത്തിന് കേസെടുക്കണമെന്ന് പാലാ ബിഷപ്പിനെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞത് വി ഡി സതീശനാണ്. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ, എനിക്കത് ഓർമ്മയില്ല. ഇന്ത്യയിലെ 28 സംസ്ഥാനമുള്ളതിൽ 5 എണ്ണം ക്രൈസ്തവർക്ക് വലിയ ശക്തിയുള്ള സംസ്ഥാനവും 3 എണ്ണം ക്രൈസ്തവർക്ക് മഹാഭൂരിപക്ഷമുള്ള സംസ്ഥാനങ്ങളുമാണ്. അതായത് 25% ക്രൈസ്തവരുള്ള ഗോവയും 41% ക്രൈസ്തവരുള്ള മണിപ്പൂരും അതിന് മുകളിൽ 75% ക്രൈസ്തവരുള്ള മിസോറാമും 87% ക്രൈസ്തവരുള്ള നാഗാലാൻഡും 88% ക്രൈസ്തവരുള്ള അരുണാചൽ പ്രദേശും. അപ്പോൾ ക്രൈസ്തവ മഹാഭൂരിപക്ഷമുള്ള 5 സംസ്ഥാനത്തിൻ്റെ പേരാണ് ഞാൻ ഈ പറഞ്ഞത്. 5 സംസ്ഥാനവും ഭരിക്കുന്നത് BJP ആണ്. അപ്പോൾ ഇന്ത്യയിലെ ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള 5 സംസ്ഥാനങ്ങളിൽ 5 സംസ്ഥാനവും ഒരു തവണയല്ല 2 തവണയല്ല 3 തവണ വരെ തുടർച്ചയായിട്ട് BJP ജയിക്കുന്നു, അധികാരത്തിലിരിക്കുന്നുവെങ്കിൽ അവിടുത്തെ ക്രൈസ്തവർക്ക് ഇല്ലാത്ത എന്ത് പ്രശ്നമാണ് ഇവിടുത്തെ ക്രൈസ്തവർക്ക്? എന്തോ ഞാൻ അതിന് തന്നാരും വിളിച്ചില്ല. വിളിച്ചു തന്നെയല്ലേ എങ്ങനെയാ? അപ്പോ ആ ക്രൈസ്തവർക്ക് ഈ കാര്യങ്ങളൊക്കെ അനുഭവിക്കാൻ തയ്യാറാണ്. അതേ BJP-യെ തന്നെ വീണ്ടും വീണ്ടും തിരഞ്ഞെടുക്കാനും തയ്യാറാണെങ്കിൽ ഇവിടെ നടക്കുന്ന ഈ പ്രചരണം വ്യാജമല്ലേ എന്ന് കേരളത്തിലെ ക്രൈസ്തവർ ഇന്നിപ്പോൾ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇലക്ഷൻ വരുമ്പോൾ ആണ് ഈ വാർത്തകൾ വരിക. ഇവനെ സൂക്ഷിക്കണം, അവന്റെ കണ്ണിൽ എന്തോ തീക്ഷ്ണതയോടെ കത്തുന്നു. നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഞാനിത് പറയാം. ഇന്ത്യയിൽ 2 മുന്നണിയാണല്ലോ ഇപ്പോൾ പ്രധാനമായിട്ടുള്ളത്. BJP നയിക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യം എന്ന് പറയുന്ന NDA, അതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടി നയിക്കുന്ന ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന സഖ്യം. അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നതാണ് ഇടതുപക്ഷവും. കേരളത്തിൽ മാത്രമാണ് 2, കേരളത്തിന് പുറത്ത് പോയാൽ 1. ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസ് മുതൽ CPM വരെയുള്ള സകല കക്ഷികൾക്കും കൂടെ എത്ര ക്രിസ്ത്യൻ MLA-മാരുണ്ട് എന്നുള്ളത് നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു നോക്കിയിട്ട് വിശ്വസിച്ചാൽ മതി. ഞാൻ പറയുന്നത് വിശ്വസിക്കേണ്ട. ഞാൻ പറയുന്നു 34 MLA-മാർ. ഭയങ്കരം തന്നെ. BJP നേതൃത്വം കൊടുക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ഘടകകക്ഷികളും BJPയും അടക്കം 234 ക്രിസ്ത്യൻ MLA-മാരാണ് ഇന്ത്യയിലുള്ളത്. ഞാൻ പറഞ്ഞിട്ട് വിശ്വസിക്കേണ്ട, നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കാം. ഇതിനെല്ലാം റെക്കോർഡുണ്ട്, കൃത്യമായ റെക്കോർഡുണ്ട്. 200 അധികം. അപ്പോൾ ആ 200 അധികം MLA-മാരെ സൃഷ്ടിച്ച BJP വർഗീയ പാർട്ടിയാണ്. അത് ന്യൂനപക്ഷങ്ങൾക്കെതിരാണ്, ക്രിസ്ത്യാനിക്കെതിരാണ് എന്ന് പറഞ്ഞാൽ ഇത്തവണ ക്രിസ്ത്യാനി അത് അംഗീകരിച്ചു കൊടുക്കില്ല. കാരണം ക്രിസ്ത്യാനികൾ ഈ കണക്കുകൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ MLA-മാരുള്ള മുന്നണി BJP മുന്നണി, ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ മന്ത്രിമാരുള്ള മുന്നണി BJP മുന്നണി, 3 സംസ്ഥാന മുഖ്യമന്ത്രിമാർ ക്രിസ്ത്യാനികളായിട്ടുള്ളത് BJP മുന്നണിയിലാണ്. അപ്പോൾ ആ പ്രദേശത്തുള്ള ക്രിസ്ത്യാനികൾക്കൊന്നും ബോധമില്ലേ? അവർക്ക് യാതൊരു ബുദ്ധിയില്ലേ? അവർക്ക് വായിക്കാനും എഴുതാനും അറിയത്തില്ലേ? കേരളത്തിൽ മാത്രം എന്താണ് ഈ പ്രശ്നം എന്നുള്ളത് ഇന്ന് സജീവമായ ചർച്ചാ വിഷയമാണ്. ഇത് മുസ്ലിം സമൂഹത്തെയും ഭയപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ നോക്കൂ, ഗുജറാത്തിൽ, അതേപോലെ തന്നെ ബീഹാറിൽ, മധ്യപ്രദേശിൽ, UP-യിൽ
മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിൽ 65-74% വരെ മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിൽ BJPയുടെ ഹിന്ദു സ്ഥാനാർത്ഥികൾ താമര ചിഹ്നത്തിൽ ജയിക്കുന്നുണ്ട്. ഞാൻ നേരിട്ട് പോയി കണ്ടിട്ടുണ്ട്. ഒത്തില്ല. എന്താണ് ഒത്തില്ല? ആ മൂപ്പര് ഒപ്പിക്കാൻ നടക്കുക. ഇവിടെയാണ് പ്രശ്നം. ഈ പ്രശ്നം ഇടതു വലത് മുന്നണികൾ ഊതി വീർപ്പിച്ചുണ്ടാക്കുന്ന ന്യൂനപക്ഷ ഭൂരിപക്ഷ വിരോധത്തെ കത്തിച്ച് നിർത്തിയിട്ടുണ്ടാക്കുന്ന രാഷ്ട്രീയ ലാഭമാണ്. ആ രാഷ്ട്രീയ ലാഭം അവസാനിക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് യഥാർത്ഥ മതേതരത്വം എന്താണ്, യഥാർത്ഥ ജനാധിപത്യം എന്താണെന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോൾ ഇടത് വലത് മുന്നണികൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ പോവാ. നിനക്ക് പ്രാന്താളാ പന്നി. ഓടിക്കോ പ്രേമ, പതിയെ പോടാ, എനിക്ക് ദേശത്തെ വഴിയേറിയില്ല.